guys, welcome back to my channel Roopesh Tech Zone. മച്ചമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഗിവ് അവേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തു വെച്ചേക്കുക. ആദ്യം കമന്റ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു DJ ഡിസ്കോ ലൈറ്റ് ആണ്. അതും ചെറിയ പ്രൈസിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കമന്റ് അടിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നീ എന്റെ നാട്ടിലൊന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ആരായിരുന്നു നീ അന്വേഷിച്ചു, ഞാൻ എന്തായിരുന്നു നീ അന്വേഷിച്ചു. ഇതാണ് ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പാക്കിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ചെറുതാണ്. കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ. ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുപയോഗിച്ച് ഈ ഒരു സംഭവത്തിലോട്ട്, ഈ ഒരു ലൈറ്റ് വരുന്ന ഭാഗത്തോട്ട് നോക്കാനായിട്ട് പാടില്ല. മെയ്ഡ് ഇൻ ചൈനയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ലൈറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് യൂസർ മാനുവൽ ഇതിൽ തന്നെ സെറ്റായിട്ട് വരികയാണ്. ഇവിടെ നമുക്ക് എത്രത്തോളം മോഡുകൾ അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് വോയിസിനനുസരിച്ച് ഈ ഒരു സംഭവം വർക്ക് ചെയ്യും. ഏതായാലും നമുക്ക് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഉള്ളിൽ കൂടെ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് കൂടെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പുറത്തെടുക്കണം. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്ന് നോക്കാം. ഈ ഒരു സംഭവം വളരെ ചെറുതാണ്. ഇത് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഈ ഒരു വലുപ്പത്തിനനുസരിച്ചാണോ അതോ അതുക്കും മേലെയാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ടൊരു ബട്ടൺ കാണുന്നുണ്ട്. ആ ഒരു മോഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ബട്ടണാണ്. പിന്നീട് നമ്മുടെ ഈ ഒരു USB പോർട്ട് കണക്ട് ചെയ്യുന്ന ആ സംഭവം അത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് കേടുവന്ന് പോകുന്ന ആ ഒരു ടൈപ്പൊന്നല്ല. പിന്നെ ഗായ്സ് ഇവൻ വേറൊരു ലെവലാണ്. നമുക്ക് വളയ്ക്കാൻ, തിരിക്കാൻ, ഓടിക്കാൻ, ചതയ്ക്കാൻ, എന്ത് ചെയ്താലും അത് കേടുവരുന്നില്ല. കേടുവരാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര റിസ്ക് എടുക്കേണ്ടി വരും. ഇതേ കണ്ടോ ഗായ്സ്, നമുക്ക് എന്തും ചെയ്യാം. 360 ഡിഗ്രിയിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് തിരിച്ചു വെക്കാനായിട്ടോ ഒക്കെ സാധിക്കും. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പവർ ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. പവർ ബാങ്ക്, ചാർജർ, അതുപോലെ നമ്മുടെ ഹോം തിയേറ്ററൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ് കത്തിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവത്തെ വിചാരിച്ചതിനേക്കാൾ ലൈറ്റ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ ധാരാളം മോഡുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മോഡാണിത്.